ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആരോ ഒരാൾ ഭാഗം 11. മെർലിൻ, ഞാൻ സോറി. റോഷൻ മെർലിനെ നോക്കാതെ തന്നെ ക്ഷമാപണം നടത്തി. ഹലോ മിസ്റ്റർ റോഷൻ, താനെന്താ സോറിയുടെ ഹോൾസെയിൽ കട വല്ലതും നടത്തുന്നുണ്ടോ? ഇടയ്ക്കിടെ ഇങ്ങനെ എടുത്തു വീശാൻ. എൻ്റെ സ്റ്റോക്കിൽ ആവശ്യത്തിലധികം ക്ഷമ ഇപ്പോൾ തന്നെ കെട്ടിക്കിടക്കുന്നുണ്ട്. സ്റ്റോക്ക് ഓവറായാൽ പഴകിപ്പോകും മോനെ. പിന്നെ എൻ്റെ ബിസിനസ് പ്ലാനിൽ ഞാൻ എപ്പോഴും നഷ്ടങ്ങളുടെ കണക്കിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അത് എങ്ങനെ നികത്താമെന്നാണ് ചിന്തിക്കുന്നത്. എന്തായാലും ഈ ബിസിനസ്സിൽ ഞാനൊരു നഷ്ടക്കച്ചവടക്കാരിയാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പിടിച്ചു കയറണ്ടേ. എന്നാൽ നഷ്ടപരിഹാരമായി എൻ്റെ പ്രിയപ്പെട്ട സച്ചുവേട്ടൻ്റെ വിവാഹം ഉറപ്പിച്ചതിൻ്റെ വക ഒരു ഗ്രാൻഡ് ട്രീറ്റ് നീ തന്നെ നടത്തണം. പിന്നെ ഈ തണുത്തുറഞ്ഞ കോഫി, അതൊന്നും ഈ മെർലിൻ്റെ സ്റ്റാൻഡേർഡിന് പറ്റില്ല മോനെ. ബട്ടർ സ്കോച്ച് ഐസ്ക്രീം തന്നെ പോരട്ടെ. പെട്ടെന്ന് പോയി വാങ്ങിച്ചുകൊണ്ട് വരാൻ നോക്ക്. എന്നിട്ട് നോക്കാം ലാഭവും നഷ്ടവും കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. അത് പറഞ്ഞുകൊണ്ട് അവൾ കസേരയിൽ നിന്നും പതുക്കെ എഴുന്നേറ്റു. റോഷൻ ഞെട്ടലോടെ അവളെ നോക്കി. എന്താടോ താൻ ഇത്ര ഞെട്ടാനുള്ളത്? വോക്കൗട്ട് നടത്താൻ ഇത് മന്ത്രിസഭയൊന്നും അല്ലല്ലോ. ഞാനൊന്ന് വാഷ്റൂം വരെ പോയിച്ചും വരാം. തിരിച്ചെത്തും മുൻപ് എൻ്റെ ഓർഡർ അത് സെറ്റായിരിക്കണം. ഇല്ലെങ്കിൽ എന്നെ അറിയാലോ. റോഷനെ നോക്കി കണ്ണുരുട്ടി ജാസ്മിന് നേരെ അതിമനോഹരമായ ഒരു പുഞ്ചിരി നീട്ടിക്കൊണ്ട് അവൾ രാജകീയമായി ബാത്റൂമിലേക്ക് നടന്നു. റെസ്റ്റ് റൂമിൻ്റെ വാതിലടച്ചതും അവളുടെ സകല നിയന്ത്രണങ്ങളും അവളിൽ നിന്നും അകന്നുപോയിരുന്നു. ചുറ്റും ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അവൾ ചുരിദാറിൻ്റെ ഷോൾ വായിൽ തിരുകി ഉറക്കെ അലറി വിളിച്ചു. ആ കണ്ണുകൾ പേമാരി പോലെ പെയ്യാൻ തുടങ്ങി. സകലതും തുടച്ചു നീക്കാൻ കഴിവുള്ള ഒരു പ്രളയമായി അത് രൂപപ്പെടും മുൻപ് തന്നെ അവൾ തന്നെ നിയന്ത്രിച്ചു. ഈശോയെ, ഞാൻ എന്തു തെറ്റാ ചെയ്തത്? എന്നും എപ്പോഴും ഒരു കോമാളി വേഷം, അതാണല്ലോ നീ എനിക്ക് തരുന്നത്. ചെറുപ്പം മുതൽ ഞാൻ സ്വന്തമെന്ന് സ്വപ്നം കണ്ട ജീവിതം ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ച. ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായയായി നോക്കി നിൽക്കേണ്ടി വരുന്ന എൻ്റെ അവസ്ഥ ഞാൻ ആരോടാണ് ഒന്ന് പറയുക? എവിടെയാണ് എനിക്കൊരാശ്രയം? ആരുടെ നെഞ്ചിലാണ് എൻ്റെ സങ്കടങ്ങൾ ഞാനൊന്ന് ഇറക്കി വയ്ക്കുക? ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ സ്വയം ചോദിക്കുമ്പോൾ അതിലും അവളെ വേദനിപ്പിച്ചത് മറ്റു ചിലതായിരുന്നു. തനിക്ക് ചുറ്റും താൻ പോലും അറിയാതെ എന്തൊക്കെയോ നടക്കുന്നു. റോഷനെ നെഞ്ചിൽ പേറി നടന്ന ജാസ്മിൻ അവളിപ്പോൾ എല്ലാം മറന്ന് സച്ചുവേട്ടൻ്റെ ഭാര്യയായി വരാൻ സമ്മതിച്ചിരിക്കുന്നു. മനസ്സുകൊണ്ട് സ്നേഹിച്ചതിൻ്റെ പേരിൽ പലരും പലരെയും വിഡ്ഢികളാക്കുന്നു. എല്ലാവർക്കുമൊപ്പം താനും വിഡ്ഢിയായിരിക്കുന്നു, പമ്പര വിഡ്ഢി. പൈപ്പിൽ നിന്ന് വെള്ളമെടുത്ത് മുഖം കഴുകുമ്പോൾ അവളുടെ ഉള്ളം തേങ്ങി. എൻ്റെ ഈശോയെ, എൻ്റെ സച്ചുവേട്ടൻ, ആ പാവത്തിൻ്റെ ജീവിതത്തിൽ എന്നെന്നും നല്ലത് മാത്രം വരുത്തണേ. ഒരിക്കലും ഒരു കരടും ആ ജീവിതത്തിലേക്ക് കടന്നു വരരുതേ. അവൾ ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിച്ചു. പിന്നെ എവിടെ നിന്നോ ആർജിച്ചെടുത്ത അതിമനോഹരമായ ഒരു പുഞ്ചിരിയോടുകൂടി അവൾ അവർക്കരികിലേക്ക് നടന്നു. അപ്പോഴും അവർക്കിടയിൽ മൗനം നിറഞ്ഞു നിന്നിരുന്നു. അപ്പോൾ എങ്ങനെയാ റോഷ്, പോയാലോ? ഐസ്ക്രീം കയ്യിലേക്കെടുത്തു അത് നുണഞ്ഞുകൊണ്ട് മെർലിൻ ചോദിച്ചു. പോകാം. ജാസ്മിൻ, താൻ എങ്ങനെയാ പോകുന്നത്? ഞങ്ങൾ വന്നത് ഇവളുടെ ബുള്ളറ്റില, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാമായിരുന്നു. റോഷൻ മര്യാദ പാലിക്കാനായി ചോദിച്ചു. ഏയ് കുഴപ്പമില്ല, എൻ്റെ ഹോസ്റ്റൽ ഇവിടെ അടുത്താ, ഞാൻ നടന്നു പോയിക്കോളാം. പിന്നെ എൻ്റെ വിവാഹകാര്യത്തെപ്പറ്റി ചോദിക്കാനായി ഡാഡിയുടെ അടുത്തേക്ക് ആരും പോകണ്ട. അത് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കും. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ അകന്ന ബന്ധുവായ ഒരമ്മാവനുണ്ട്, അദ്ദേഹത്തെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാം. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരാം. ടൗണിൽ നിന്നും അല്പം മാറിയാ അദ്ദേഹം താമസിക്കുന്നത്. പിരിയും മുൻപ് ജാസ്മിൻ പറഞ്ഞു. സാരമില്ല, അഡ്രസ്സ് തന്നാൽ മതി. 2 ദിവസത്തിനുള്ളിൽ ഡാഡി അദ്ദേഹത്തെ കണ്ടോളും. അങ്ങനെയെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ പോട്ടെ, ഇനി ഒരാളെ കൂടി കാണാനുണ്ട്. ജാസ്മിനെ സ്നേഹത്തോടെ ഹഗ് ചെയ്തുകൊണ്ട് മെർലിൻ മറുപടി പറഞ്ഞു. അഡ്രസ്സ് സച്ചുവേട്ടൻ്റെ മൊബൈലിലേക്ക് അയച്ചേക്കാം. റോഷൻ്റെ മുഖത്ത് നോക്കാതെ മെർലിനോട് മാത്രമായി പറഞ്ഞുകൊണ്ട് ജാസ്മിൻ കൈവീശി. റോഷൻ, എന്നെ ആ കോളനിക്ക് മുൻപ് ഒന്ന് ഇറക്കിയാൽ മതി. എനിക്ക് സായയെ ഒന്ന് കാണണം. കോളനിയുടെ തുടക്കത്തിൽ എവിടെയോ ആണ് അവൾ താമസിക്കുന്നത്. ബുള്ളറ്റിലേക്ക് കയറിക്കൊണ്ട് മെർലിൻ പറഞ്ഞു. മെർലിൻ, എനിക്ക് നിന്നോട് കുറച്ചു നേരമൊന്ന് സംസാരിക്കണമായിരുന്നു. നിനക്ക് സമയമുണ്ടെങ്കിൽ.
റോഷൻ പെട്ടെന്ന് പറഞ്ഞു. നിനക്കെന്തു വേണമെങ്കിലും എന്നോട് സംസാരിക്കാമല്ലോ. അതിന് ഇങ്ങനെ ഒരു ഇൻട്രോയുടെ ആവശ്യമുണ്ടോ? പിന്നെ നിന്റെ വളിച്ച ക്ഷമയാണെങ്കിൽ അതിന് വേണ്ട. ആ കുട്ട നിറഞ്ഞു കഴിഞ്ഞു മോനെ. അവളുടെ തമാശകൾക്ക് മറുപടിയൊന്നും പറയാതെ ആളൊഴിഞ്ഞ അമ്പലമുറ്റത്തെ ആൽത്തറയോട് ചേർന്ന് റോഷൻ വണ്ടി നിർത്തി. റോഷന് മെർലിൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. അവൻ ആ ആൽത്തറയിലേക്ക് കയറിയിരുന്നു. അല്പമൊന്ന് മടിച്ചെങ്കിലും പിന്നീട് മെർലിനും അവൻ്റെ അടുത്തേക്കിരുന്നു. എന്തെന്നില്ലാത്ത നിശബ്ദത തങ്ങളെ പൊതിയുന്നത് അവരറിഞ്ഞു. നിന്റെ ജീവിതത്തിൽ നിന്ന് മാറിത്തരണമെന്ന് പറയാനല്ലേ നിന്റെ ഈ നിശബ്ദത? നീ പേടിക്കേണ്ട, ഞാൻ എപ്പോഴോ അതിന് തയ്യാറെടുത്തടാ. നിശബ്ദതയെ മുറിച്ചുകൊണ്ട് മെർലിൻ്റെ നേർത്ത ശബ്ദം റോഷൻ്റെ കാതുകളിൽ പതിഞ്ഞു. അവൻ ഞെട്ടലോടെ അവളോട് മുഖത്തേക്ക് നോക്കി. എന്തോ പറയാനായി ശ്രമിച്ചു. അത് ശ്രദ്ധിച്ചെങ്കിലും അവനെ പറയാൻ അനുവദിക്കാതെ അവൾ തുടർന്നു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചു പോയി എന്നുള്ളത് സത്യമാണ്. നീ എൻ്റെ സ്വന്തമാണെന്ന് ചെറുപ്പം മുതൽ എല്ലാവരും പറഞ്ഞു വിശ്വസിപ്പിച്ചതുകൊണ്ടാകാം നീ എന്നിൽ നിന്നും ഒരുപാട് ദൂരെയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ ആകുന്നുണ്ടായിരുന്നില്ല. എത്ര ദൂരത്താണെങ്കിലും ഒരു നാൾ നീ എൻ്റെ അരികിൽ വരുമെന്നും എന്നെ ചേർത്ത് പിടിക്കുമെന്നും ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഇത്ര കാലവും നാണം കെട്ട് ഞാൻ നിന്റെ പുറകെ വന്നിരുന്നത്. അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പക്ഷേ ഇപ്പോൾ ഞാൻ നിന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. നിന്റെ ജീവിതത്തിലോ നിന്റെ മനസ്സിലോ എനിക്ക് യാതൊരു സ്ഥാനവുമില്ലെന്ന്. ഇനിയൊരിക്കലും അതിലെനിക്ക് പരാതിയും ഉണ്ടാകില്ല. നിന്നിൽ നിന്നും പിന്തിരിഞ്ഞു നടക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നീ എന്നെ ഭയപ്പെടാതെ, ഞാൻ പിന്നാലെ ഉണ്ടെന്ന ചിന്തയില്ലാതെ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ. ഞാൻ ഇനി ഒരിക്കലും നിന്റെ പിന്നാലെ വരില്ല. ആർക്കും ആരെയും നിർബന്ധിച്ച് സ്നേഹിപ്പിക്കാനാകില്ലല്ലോ. എവിടെയാണെങ്കിലും ആരുടെ കൂടെയാണെങ്കിലും നീ സന്തോഷമായി ജീവിക്കുന്നു എന്ന് കേട്ടാൽ മാത്രം മതി. മെർലിൻ്റെ ശബ്ദം വല്ലാതെ താഴ്ന്നിരുന്നു. റോഷൻ മെർലിനെ അത്ഭുതത്തോടെ നോക്കി. തൻ്റെ ജീവിതത്തിൽ കൂടെ ഒരുപാട് പെണ്ണുങ്ങൾ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് പെണ്ണൊരു അത്ഭുതമായി തനിക്ക് തോന്നുന്നത്. അവളുടെ കണ്ണുകളിൽ വല്ലാത്ത നീർത്തിളക്കമുണ്ട്. ചുണ്ടുകൾ വിതുമ്പുന്നുണ്ട്. നഷ്ടബോധത്തിൻ്റെ വല്ലാത്ത വീർപ്പുമുട്ടൽ അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണാം. പക്ഷേ പിന്നെയും ഒരു ചോദ്യം ബാക്കിയാകുന്നുണ്ട്. നഷ്ടപ്പെടുന്നത് ആർക്കാണ്? താൻ നഷ്ടപ്പെടുത്തുന്നത് വെറും തിളക്കം മാത്രമുള്ള ഒരു വസ്തുവല്ലെന്ന് തോന്നുന്നു. ഊതി ഉരുക്കിയ പൊന്നാണ്. പക്ഷേ മെർലിൻ, നീ എന്നോട് ക്ഷമിക്കണം. ഇന്നീ നിമിഷം വരെ ഞാൻ എൻ്റെ ജീവിതത്തെ കുട്ടിക്കളി മാത്രമായിട്ടാണ് കണ്ടിരുന്നത്. നിനക്ക് എന്നോടുള്ള പ്രണയത്തിന് ഇത്രമേൽ ആഴമുണ്ടാകുമെന്ന് ഒരിക്കലും ഞാൻ കരുതിയിട്ടില്ല. നല്ലൊരു ഡോക്ടറായി വലിയ നിലയിലൊക്കെ എത്തിക്കഴിയുമ്പോൾ നിന്റെ നിലയ്ക്കും വിലയ്ക്കുമൊക്കെ ചേർന്ന ഒരാളെ നീ കണ്ടുപിടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ എൻ്റെ കണക്കുകൂട്ടലുകളെയെല്ലാം തെറ്റിച്ചു കളഞ്ഞു. എന്താണെന്നറിയില്ല, നിന്നെ ഇന്നുവരെ എൻ്റെ പ്രണയിനിയുടെ സ്ഥാനത്ത് കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ചെറുപ്പം മുതൽ എല്ലാവരും നീ എൻ്റെ സ്വന്തമാണെന്ന് പറയുമ്പോഴും ഒരു സഹോദരിയുടെ സ്ഥാനം പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു നീ എന്നെ എത്രമാത്രം പ്രണയിക്കുന്നുണ്ടായിരുന്നു എന്ന്. ഒരുപക്ഷെ നിന്റെ പ്രണയത്തെ മനസ്സിലാക്കാൻ എൻ്റെ പ്രണയത്തിൻ്റെ പരാജയമായിരിക്കാം കാരണമായി നിൽക്കുന്നത്. റോഷൻ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നു. സാരമില്ല റോഷ്, നഷ്ടങ്ങൾ എനിക്ക് പുതിയതല്ലല്ലോ. ചെറുപ്പം മുതൽ ദൈവം ഓരോന്നായി എന്നിൽ നിന്നും എടുത്തു കളയുകയാണ്. പക്ഷേ പകരം ഓരോന്ന് തരും. ദൈവം തരുന്നത് എന്താണോ അത് കൈനീട്ടി വാങ്ങിക്കുകയാണ് എൻ്റെ ശീലം. പക്ഷേ നിന്റെ കാര്യത്തിൽ പകരക്കാരനായി ഒരാളെ ദൈവം വെച്ചു നീട്ടിയാൽ അത് സ്വീകരിക്കാനുള്ള മനസ്സൊന്നും എനിക്കില്ല. നീ എനിക്ക് വിധിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതിക്കോളാം. പിന്നെ പ്രണയത്തിൻ്റെ പരാജയമൊന്നും ജീവിതത്തിൻ്റെ അവസാനമായി കാണണ്ട. ഇനി ഒരിക്കലും ജാസ്മിനെ ആ കണ്ണുകൊണ്ട് നീ കാണരുത്. സച്ചുവേട്ടനോ നമ്മുടെ കുടുംബത്തിനോ ഒരിക്കലും നിങ്ങളുടെ പഴയ ബന്ധം ഒരു കളങ്കമായി തീരരുത്. മെർലിൻ അവനെ ആശ്വസിപ്പിക്കാനായി അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. റോഷൻ അവളുടെ മടിയിലേക്ക് വീണു. സങ്കടങ്ങൾ വരുമ്പോൾ അമ്മയുടെ മാറിൽ അഭയം പ്രാപിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ അവളുടെ മടിയിൽ കിടന്ന് വാവിട്ട് കരഞ്ഞു. സ്വന്തം കണ്ണുകളെ നിയന്ത്രിക്കാനാകുന്നില്ലെങ്കിലും മെർലിൻ്റെ വിരലുകൾ അവനെ ആശ്വസിപ്പിക്കാനായി അവൻ്റെ മുടിയിഴകളെ തലോടിക്കൊണ്ടിരുന്നു. അവൾക്ക് നെഞ്ചു പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. തൻ്റെ പ്രാണനാണ് ഇങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നത്. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ഏറെ നേരം കഴിഞ്ഞപ്പോൾ റോഷൻ പതുക്കെ തല ഉയർത്തി മെർലിനെ നോക്കി. എടി, എനിക്ക് വേണ്ടി നീ ഇത്രയൊക്കെ സഹിച്ചതല്ലേ, ഒന്നുകൂടി ചെയ്യാമോ? റോഷൻ അവളുടെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു.
നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാനുണ്ടാകും നിനക്കൊപ്പം ഏതു പ്രതിസന്ധിയിലും. അവൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എടി, സച്ചുവേട്ടൻ്റെ വിവാഹം കഴിഞ്ഞാൽ എനിക്കിവിടെ നിന്നും പോകണം. ഇന്നലെ വരെ സ്വന്തം പ്രണയമായി കണ്ടവളെ ഏട്ടൻ്റെ ഭാര്യയെ ഹൃദയത്തിലേക്ക് അംഗീകരിച്ചെടുക്കാൻ എനിക്ക് അല്പം സമയം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സാധിക്കുമെങ്കിൽ ആ വിവാഹം കഴിഞ്ഞ് അടുത്ത നിമിഷം തന്നെ കുറച്ചു കാലത്തേക്കെങ്കിലും എനിക്കൊന്ന് മാറി നിൽക്കണം. അതിനെനിക്ക് നിന്റെ സഹായം കൂടിയേ തീരൂ. ചെയ്യില്ലേ? അവൻ പ്രതീക്ഷയോടെ മെർലിനെ നോക്കി. റോഷ്, ഒളിച്ചോട്ടം ആണുങ്ങൾക്ക് ചേർന്നതല്ല. പക്ഷേ സാഹചര്യം ഇതായതുകൊണ്ട് മാത്രം ഞാൻ നിനക്കൊപ്പം ഉണ്ടാകും. എപ്പോൾ എവിടേക്ക് പോകണമെന്ന് അതൊക്കെ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. സച്ചുവേട്ടൻ്റെ വിവാഹം വരെ എല്ലാത്തിനും സമയമുണ്ടല്ലോ. അവൻ്റെ കൈകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൾ വാക്കുകൊടുത്തു. നിനക്കെന്നോട് ദേഷ്യമുണ്ടോ? വെറും 6 മാസത്തെ പ്രണയം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് ഇത്രമാത്രം വേദനിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വേദന എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാനാകും. പക്ഷേ റോഷ്, എൻ്റെ വേദനയെ പറ്റിയൊന്നും ഇനിയൊരു സംസാരം വേണ്ട. ഞാനിത് കുറച്ച് നേരത്തെ മനസ്സിലാക്കേണ്ടിയിരുന്നു. വൈകിപ്പോയോ എന്ന് മാത്രമേ സംശയമുള്ളൂ. പിന്നെ എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് എന്നെയും എൻ്റെ സ്നേഹത്തെയും ഒരു പ്രണയമായി അംഗീകരിക്കാനാകുമെങ്കിൽ, നിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണുവാനാകുമെങ്കിൽ നീ എന്നിലേക്ക് തിരിച്ചു വരണം. എത്ര വൈകിയാലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇതും എൻ്റെ ഒരു പൊട്ടത്തരമായി കണക്കാക്കിയാൽ മതി. ഇനി സമയം കളയണ്ട, നീ വീട്ടിലേക്ക് തിരിച്ചു വെക്കോ. കാര്യങ്ങളെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യണ്ടേ? കോളനി ഇവിടെ എവിടെയോ ആണെന്ന് തോന്നുന്നു. ഞാൻ നടന്നു പൊയ്ക്കോളാം. അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ പതുക്കെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. നമ്മുടെ കഥയുടെ ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് മടിക്കരുതേ. അടുത്ത ഭാഗവുമായി വീണ്ടും വരും വരെ സ്റ്റേ സേഫ്. ബൈ ബൈ.